സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് ഇന്നലെ തമിഴ്നാട്ടിലെ കരൂർ വേദിയായത്. വെള്ളിത്തിരയിൽ തിന്മയ്ക്കെതിരെ പോരാടുന്ന ഇളയ ദളപതിയെ നേരിൽ കാണാൻ, സിനിമയെ വെല്ലുന്ന പഞ്ച് ഡയലോഗുകൾ കേൾക്കാൻ, കൈയടിക്കാൻ, ആർപ്പു വിളിക്കാൻ, നൃത്തം ചവിട്ടാൻ, TVK എന്ന വിജയന്റെ രാഷ്ട്രീയ ബദലിലേക്ക് അണിചേരാൻ ഒഴുകിയെത്തിയ ആൾക്കടലിലാണ് ആ ദുരന്തം ഉണ്ടായത്. 40 പേരുടെ ജീവനെടുത്ത കരൂരിലെ മഹാദുരന്തത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പലതുണ്ട്. ഹോട്ട് ആൻഡ് ടോക്ക് കരൂർ ദുരന്തത്തിന്റെ പല വശങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. താരനേതാക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് നമുക്കൊപ്പം ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ ചേരുകയാണ്. ശ്രീ MG രാധാകൃഷ്ണൻ, താങ്കൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കുമ്പോൾ, ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ നമുക്ക് TVKയെ മാത്രം കുറ്റം പറയുവാൻ കഴിയുമോ? ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ അവിടെ പോലീസ് അധികൃതർക്കടക്കം വീഴ്ച സംഭവിച്ചിട്ടില്ലേ? എന്താണ് ഈ വാർത്തകൾ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും അത് രണ്ട് ഭാഗത്തും അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വിജയ് എന്ന് പറയുന്ന പ്രതിഭാസം വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു ജനമുന്നേറ്റത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പരിപാടിക്ക് ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ ആള് വിചാരിക്കുന്ന പോലെ ഇന്നൊക്കെ പല മടങ്ങ് കൂടുതൽ വന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ അത് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയവും ചലച്ചിത്രപരവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതം കാണിക്കുന്നത് ജനങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട്ടില് മുമ്പ് നമ്മൾ MGRനും ജയലളിതയ്ക്കും ഒക്കെ ശേഷം ഒരുപക്ഷെ വിജയകാന്തിനും ശേഷം ഇങ്ങനെ ഒരു വലിയ ഒരു ബഹുജന മുന്നേറ്റത്തിന്, ഒരു വൈകാരികമായിട്ടുള്ള ബഹുജന മുന്നേറ്റത്തിന് കാരണക്കാരനായ മറ്റൊരാളുണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ആയിരുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ തെളിയുന്നത്. അത് പോലീസ് അത്രയൊക്കെ ന്യായീകരിച്ചാലും വേണ്ട പോലെ നടക്കും. പിന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഈ വിജയനെ പോലെയുള്ള ഒരാളിന്റെ രാഷ്ട്രീയ വരവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ പ്രതിഭാസം ഒരുപക്ഷെ യുക്തിക്കും സാമാന്യ ബുദ്ധിക്കും ഒക്കെ നിരക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് എത്രയൊക്കെ തന്നെ വളരെ വ്യക്തിപരമായ തീരുമാനമെടുത്താലും അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു വലിയ അണപൊട്ടി ഒഴുകലാണ് കാണുന്നത്. അതുകൊണ്ട് തയ്യാറെടുപ്പ് വേണ്ട പോലെ നടത്തിയില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ഇതൊരു MG രാധാകൃഷ്ണൻ, അവിടെ ഈ പറഞ്ഞ പോലെ വിജയ് വന്നപ്പോൾ, വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആവേശഭരിതരാകുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൽ കൂടുതലും നമുക്കറിയാം കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, വളരെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരൊക്കെ ഒരു രക്ഷകനെ പോലെയാണ് വിജയനെ കാണുന്നത്. ഒരുപക്ഷെ വിജയ് തന്നെ സ്വന്തമായി ഇത്രയും അദ്ദേഹത്തിന് ഇത്തരം ഒരു ക്രൗഡിനെ സൃഷ്ടിക്കാൻ, ഇത്തരം ഒരു മാജിക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്നില്ലേ? ഇങ്ങനെ ഒരു അപകടത്തെ കുറിച്ചൊക്കെ മുൻകൂട്ടി കാണുവാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാന കുറവ് വിജയന് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ കൂടി നമ്മൾ വിലയിരുത്തണം എന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും അത് വിജയന്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ സാമാന്യം അധികം വലിയ ചരിത്രം എന്നുള്ളതല്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിചയക്കുറവ്, അതിന്റെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു എന്താ പറയാ, സംഘടനയുടേതായ ഒരു അച്ചടക്കം, ഇതൊന്നും ആയിട്ടില്ല. ഇതിപ്പോ ഒരു വളരെ ഒഴുകി പരക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെ ഒന്നും കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ അതിനെ മുൻകൂട്ടി കാണാനും അതിനെ കാലിബ്രേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കാലം വിജയനായിട്ടില്ല എന്നുള്ള വിജയന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വിജയൻ അങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല, അങ്ങനെ സംഘടനയില്ല, അതിനൊരു നേതാക്കന്മാരുടെ ഒരു ശൃംഖല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരുതരം ഒരു പൊട്ടിമറിയലാണ് ഈ കാണുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം കുറിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ വിജയിന്റെ വരവെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ താരപ്പൊലിമയുള്ള നേതാക്കന്മാരെല്ലാം ഏതാണ്ട് അവസാനിച്ച ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുമ്പ് MGRനും ജയലളിതയ്ക്കും വിജയകാന്തിനും ഒക്കെ ഉണ്ടായിരുന്ന കരുണാനിധി ഒരു പരിധിവരെ സിനിമ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാലത്ത് ആ വാക്വത്തിലാണ്.
ആ ശൂന്യതയിലാണ് ഈ വിജയ് വന്ന് കടന്നു കയറിയിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ വെച്ചാൽ ഈ തമിഴ്നാട്ടിലെ ഈ ദ്രവീഡിയൻ രാഷ്ട്രീയം ഒരു വശത്ത്, മറുവശത്തെ കോൺഗ്രസും BJPയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ദേശീയ അല്ലെങ്കിൽ ഹിന്ദുമത രാഷ്ട്രീയം മറുവശത്ത്. ഇത് രണ്ടുമല്ലാത്ത അതിന് ശേഷം ദ്രവീഡിയന്റെ ഒരു പോസ്റ്റ് ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമാണ് ഇദ്ദേഹം കാണുന്നത്. ഇത് മൈനോറിറ്റി, ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണ്, അതുകൊണ്ടൊരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. മൈനോറിറ്റി വോട്ടുകളുടെ വലിയ ശക്തിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളും ചെറുപ്പക്കാരും അടങ്ങുന്ന ഒരു വലിയ സംഘം. ഇങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ വർത്തമാന കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നതിന്റെ ഒരു പോസ്റ്റ് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ ഐഡിയോളജി ഒന്നുമില്ല, പ്രത്യേകിച്ച് സോഷ്യലി ലെഫ്റ്റ് ഓഫ് സെന്റർ ആയിട്ടുള്ള ചില പല സാമൂഹ്യ ക്ഷേമ നടപടികൾ അത് ഇത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ കുറച്ച് ഫാൻ ക്ലബ് രാഷ്ട്രീയമൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം പ്രത്യയശാസ്ത്രത്തിന് ശേഷമുള്ള ഒരു പോസ്റ്റ് പൊളിറ്റിക്കൽ പോസ്റ്റ് ദ്രവീഡിയൻ രാഷ്ട്രീയമാണ് ഈ വിജയിലൂടെ വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവഗണിക്കാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ DMKയുടെ മറുവശം, ഒരു രണ്ടാമത്തെ ധ്രുവം, ADMK ഒക്കെ തളർന്നു, BJP വളരുന്നില്ല. ഈ അവസ്ഥയിൽ DMKയുടെ മറുവശത്ത് ഒരു രണ്ടാമത്തെ ഒരു ധ്രുവീകരണ ശക്തിയായി ഉയരുന്നതാണ്. ഈ ഇപ്പോഴത്തെ സംഭവങ്ങൾ പോലും അതിനെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അപ്പോഴും നമ്മൾ ആ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ വിജയിന് മുമ്പും അവിടെ വലിയ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. MGR, ജയലളിത, അങ്ങനെ വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും സംഭവിക്കാത്ത മട്ടിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഈ തരത്തിൽ ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനമൊന്നും TVKക്ക് ആയിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് അവർക്ക് അതിനുള്ള നിയന്ത്രണത്തിനുള്ള ഒരു പരിചയമോ ഒരു എക്സ്പീരിയൻസോ ചരിത്രമോ ഒന്നുമില്ല. ഒരു 8-10 വർഷത്തെ മാത്രമാണ് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. അതുപോലും ഫാൻ ക്ലബായിട്ട് മാറിയിരുന്നതാണ്. ചില ഭക്ഷണം കൊടുക്കുക, പണം വിതരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ മാത്രമായിട്ട് ഒതുങ്ങി നിന്ന ഒരു ഒരു സംഘടന, ഒരു ഫാൻ ക്ലബ് രാഷ്ട്രീയം പെട്ടെന്നൊരു ബഹുജന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് യാതൊരു നിയന്ത്രണ ശക്തിയും ഇല്ലാത്ത രീതിയിലേക്ക് അത് വളരുകയാണ്. അല്ലെങ്കിൽ വളരുക എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം പെരുകയാണ്. അപ്പോ ആ സംഘടനയ്ക്കും അറിയില്ല അതിനെ കൺട്രോൾ ചെയ്യേണ്ട സ്റ്റേറ്റ് അതോറിറ്റിക്ക് അതിനുള്ള സൗകര്യം, അതിനുള്ള മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ഉദയമാണ്. അതിനകത്ത് MGRനും ജയലളിതയ്ക്കും കരുണാനിധിക്കും ഒക്കെ ഒരു ഐഡിയോളജിയുടെ പിൻബലം ഉണ്ടായിരുന്നു. ദ്രവീഡിയൻ ഐഡിയോളജി, ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന്റെ, ആന്റി ബ്രാഹ്മിൻ രാഷ്ട്രീയത്തിൻ്റെതായ ഇതൊന്നുമല്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു വലിയ, പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ, ചെറുപ്പക്കാർ, അവിടെ വലിയ സംഖ്യയാണ് 35 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം. അതിൽ സ്ത്രീകള്, കുട്ടികള്, വളരെ ചെറിയ കുട്ടികൾ മുതലുണ്ട്. പിന്നെ അതിനൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ആംഗിൾ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് വളർന്നു വരുമ്പോഴേക്കും ഇതൊരു പുതിയ തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ അധ്യായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ സൂചനയാണ് കാണുന്നത്. ഈ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആ തരത്തിൽ കൂടി ഒരു വലിയ ഈ ഫാൻ ക്ലബ്ബ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ തരത്തിൽ കൂടി തമിഴ്നാട്ടിലെ സിനിമാ ആരാധകർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അണിചേരാൻ വേണ്ടി വലിയ തോതിൽ യുവാക്കളടക്കമുള്ളവർ അങ്ങനെ തയ്യാറെടുത്ത് കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചില്ല. അതിൻ്റെ കൂടി ഒരു നേട്ടം വിജയ് കൊയ്യുന്നുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. രജനീകാന്ത് ആണ് നമ്മുടെ മറ്റൊരു സാധ്യത തുറന്നിരുന്നത്. ആ രജനീകാന്ത് പിന്നോട്ട് പോയതും രജനീകാന്ത് തന്നെ BJPയുമായിട്ടൊക്കെ ചില രഹസ്യ ബന്ധങ്ങൾ സ്ഥാപിച്ചതുമൊക്കെ രജനീകാന്തിന്റെ സ്വന്തം പൊളിറ്റിക്കൽ ഐഡന്റിറ്റി രജനീകാന്ത് സ്വയം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ വാക്വത്തിലാണ് ഇവരെല്ലാം. രജനീകാന്ത് ആയാലും കമൽഹാസൻ ആയാലും രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ശ്രമം നടത്തിയെങ്കിലും വലിയ മുന്നേറ്റം ഒന്നും രണ്ടുപേർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ വിജയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഫസ്റ്റ് രജനീകാന്തിനും കമൽഹാസനും വ്യത്യസ്തമായിട്ട് ഈ വിജയന്റെ ഒരു മുഖം വളരെ യങ് തമിഴൻ രാഷ്ട്രീയമാണ്. അപ്പൊ തമിഴ് ഐഡന്റിറ്റിയോടൊപ്പം തന്നെ ഒരു യൂത്ത്ഫുൾനെസിന്റെ, ഒരു യുവത്വത്തിൻ്റെതായ ഒരു വലിയ ഇതുണ്ട്. അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ വലിയ തോതിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ഫാൻ ക്ലബിന്റെ. അപ്പൊ എന്തുകൊണ്ടും ഈ വർത്തമാന കാല തമിഴ്നാടിന് എല്ലാം കൊണ്ടും ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്സ് ആണ് വിജയ്.
അവിടെ പഴയ ഐഡിയോളജിക്കൽ ബാഗേജ് ഒന്നുമില്ലാതെ മുന്നോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പുതിയ പോസ്റ്റ് പൊളിറ്റിക്സ്, പോസ്റ്റ് ഐഡിയോളജി രാഷ്ട്രീയത്തിന്റെ ഒരു കൃത്യ സിമ്പലാണ് അത്. തമിഴ്നാട്ടിൽ അതൊരു പെട്ടെന്നൊന്നും അവസാനിക്കാനുള്ള സാധ്യതയുമില്ല. ഈ ഇപ്പോഴത്തെ സംഭവങ്ങൾ പോലും ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ ദുരന്തമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ വലിയ വളമായി മാറുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകുന്നത് വിജയ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വിജയ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു തമിഴ്നാട് രാഷ്ട്രീയം തന്നെ ആയിരിക്കും. നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. തീർച്ചയായും ഈ മോശം സാഹചര്യങ്ങൾ നേതാക്കന്മാരെ രൂപപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ മോശം സാഹചര്യങ്ങളോട് എങ്ങനെയാണ് വ്യക്തികൾ പ്രതികരിക്കുന്നത് എന്നതിനെ അനുസരിച്ച് കൂടി നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാറുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, പാഠമായില്ല നമുക്ക് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അടക്കമുണ്ടായ ദുരന്തങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോടതിയുടെ നിർദ്ദേശങ്ങളടക്കം അവിടെ കാറ്റിൽ പറത്തപ്പെട്ടു. കേരളവും കരുതിയിരിക്കണം എന്ന് തോന്നുന്നു അല്ലേ ഈ ആൾക്കടൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെയൊക്കെ? ഒന്നാമത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. ശ്രീ ലക്ഷ്മി പത്മ പറഞ്ഞ അവസാനത്തെ 2 ഉദാഹരണങ്ങൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മറന്നു പോകാത്ത, അതായത് വലിയ മറവിയുള്ള ഒരു ജനതയ്ക്ക് ഏറ്റവും പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന 2 ദുരന്തങ്ങൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ നമുക്ക് എത്രയോ 60കളിലും 70കളിലും നമുക്ക് ഈ തിക്കും തിരക്കും മൂലമുണ്ടായ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കേരളത്തിൽ 1990 മുതൽ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കേരള പോലീസ് ആക്ടിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം സംഗതികൾ നേരത്തെ പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ആളുകൾ വരുമ്പോൾ കുടിവെള്ളം കിട്ടാതെ മരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നവരുണ്ട്, ശ്വാസം കിട്ടാതെ മരിക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ പരിഹരിക്കാൻ പോലീസ് ആക്ടിൽ തന്നെ ഭേദഗതി വേണമെന്ന് നിർദ്ദേശിക്കുകയും 2011 കേരളത്തിൽ അത്തരൊരു ഭേദഗതി വരികയും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നിയമമായിട്ട് നിൽക്കുകയും ചെയ്യാണ്. അപ്പൊ കൂടുതൽ ആളുകൾ വരുമ്പോൾ പോലീസിന്റെ ഒരു പെർമിഷൻ മേടിക്കണം, അതിന് പണമടച്ച് വാങ്ങിക്കണം എന്ന് നമ്മൾ പറയുന്നത് കേവലമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ മാത്രമല്ല. നമുക്ക് ഫയർഫോഴ്സിന്റെ സംവിധാനം രക്ഷ ആവശ്യമായിട്ട് വരും. നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് അതിലൂടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള തിക്കും തിരക്കും മൂലം ഉണ്ടാകാവുന്ന എല്ലാത്തരം സ്റ്റാമ്പേഡ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ശബരിമലയിൽ കണ്ടതല്ലേ. പുല്ലുമേട് ദുരന്തം നമ്മൾ മറന്നുപോയോ? അപ്പൊ അത്തരത്തിൽ ഏത് തരത്തിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഒരു റഷ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? ഒരു തീപിടുത്തം ഇതിനകത്തുണ്ടായാൽ എങ്ങനെയാണ് ആളുകൾ പോകേണ്ടത് എന്നതിന്റെ ഒരു മോക്ക് ഡ്രിൽ ഉൾപ്പെടെ ഈ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് വേണം. നമ്മൾ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഒരു MLAക്ക് സംഭവിച്ച ഒരു ദുരന്തം നമ്മൾ കണ്ടതാണ്, സുരക്ഷാ വീഴ്ച. അപ്പൊ നമ്മൾ ഈ സുരക്ഷാ വീഴ്ചകളിൽ നിന്നൊന്നും പാഠം പഠിക്കാത്തൊരു ജനതയായി മാറുന്നു, ആളുകളെ വീണ്ടും കുരുതി കൊടുക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ സ്റ്റേറ്റിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കാണേണ്ടത്. ഇപ്പൊ തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച, നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്തിനാണ് ഇത്രയും അധികം പണം കൊടുത്ത് നമ്മൾ തീറ്റിപ്പോറ്റുന്നത്? സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമല്ല, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ആളുകളെ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഏകദേശം എത്ര പേര് വരുമെന്ന്. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് പ്രിവെൻഷൻ ഓഫ് ക്രൈമും കൂടി സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അത്തരം റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റ് ഏർപ്പെടുത്തേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ തമിഴ്നാടിനെ സംഭവിച്ച ഒരു ദുരന്തം, തമിഴ്നാട് നേരത്തെ ഇത്തരത്തിലുള്ളൊരു സംഗതി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രമിച്ചപ്പോൾ തമിഴ്നാട് ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെട്ട് RSSന്റെ പഥസഞ്ചലനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ അവരുടെ ഇന്റേണൽ ഇഷ്യൂവിൽ പോലും കോടതി ഇടപെട്ട് ഒരു സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രീസിഡന്റ് അവരുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് അവർ ഇത്തരമൊരു പ്രത്യേകിച്ച് ഒരു എതിർ രാഷ്ട്രീയ കക്ഷി ഇത്തരമൊരു സംഗതി തുടങ്ങുമ്പോൾ അതിനെ നിയന്ത്രിച്ചു എന്ന ഒരു പഴി വേണ്ട എന്ന് വിചാരിച്ച് പലപ്പോഴും സർക്കാരുകൾ കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു മാസീവായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലത്തെല്ലാം ഇത്തരം ഒരു സുരക്ഷ ഇത് ആവശ്യമാണ്, അതിനൊരു പ്രോട്ടോകോൾ ആവശ്യമാണ്, അതിനൊരു ഫിക്സിംഗ് ഓഫ് ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഈ ഇത്രയും ആളുകൾ മരിച്ചതിനൊരു ഉത്തരവാദി ഉണ്ടായേ പറ്റൂ. അത് ആരാണെന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു SOPയും ഒരു നിയമ സംവിധാനവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ കോളുകളുടെ അനുസരിച്ച് ഇത്തരം ഡയലൂഷൻസ് സംഭവിക്കാതിരിക്കുകയുള്ളൂ. കർശനമായി അത് നടപ്പാക്കണം, ഏത് പാർട്ടി വന്നാലും എന്ന്. അതുപോലെ ലക്ഷ്മി, നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ ജീവന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ആ സുരക്ഷിതത്വം അതിനുവേണ്ടിയാണ് സ്റ്റേറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരം വീഴ്ചകൾ ഇല്ലാതെ നോക്കാൻ ഇനിയെങ്കിലും ഇത്രയും ദുരന്തങ്ങൾക്ക് ശേഷമെങ്കിലും കർശനമായ സംവിധാനം ആവശ്യമാണ്. തമിഴ്നാട്ടിൽ നടന്ന ദുരന്തത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഇനി വരുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും.
പ്രത്യേകിച്ചും ഈ വലിയ ആൾക്കൂട്ടങ്ങൾ ഒരു ദുരന്ത സാധ്യതയാണെന്ന് നമ്മുടെ ആളുകൾക്ക്, യുവാക്കൾക്ക് ഒന്നും ഒരു തോന്നലില്ല എന്നുകൂടി എനിക്ക് തോന്നാറുണ്ട് ഹരീഷ്. പലപ്പോഴും നമ്മളൊരു കടലിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ പുലർത്തും, മഴ പെയ്യുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ പുലർത്തും, വൈദ്യുതി ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ പുലർത്തും. പക്ഷേ ഒരു ആൾക്കൂട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഒരു തിക്കിലും തിരക്കിലും എത്തുമ്പോൾ അതൊരു അപകട സാധ്യതയാണെന്ന്, അതൊരു ആൾ ബോംബായി മാറാൻ കഴിയും എന്നുള്ളത്, ഈ ആൾക്കൂട്ടം എന്നുള്ളത് ആരും തന്നെ അത് മുൻകൂട്ടി കാണുന്നില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ കാര്യമെടുത്താൽ ഇപ്പോൾ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയൊക്കെ എഴുതുന്നത് കണ്ടു, മെസ്സി അടക്കം വരികയാണ്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. നമ്മുടെ യുവാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഇല്ല എന്നുകൂടി തോന്നാറുണ്ട് ഹരീഷ്. ഞാനിപ്പോൾ ലക്ഷ്മി ഇത് പറയുമ്പോൾ 1 മണിക്കൂറേ ആയുള്ളൂ ഞാൻ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ അവിടെ മുഴുവൻ നടന്ന് നോക്കുകയായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും മെസ്സി വരാൻ പോകുന്നു, അവിടെ ചില പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ചില സംഗതി. പക്ഷെ അവിടുത്തെ സുരക്ഷാ വീഴ്ച ഇപ്പോഴും വലിയ കൂടുതലാണ്. ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തന്നെ ഒരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് വ്യക്തിപരമായി. കാരണം ആളുകൾ നടന്നു പോകുന്ന പേയ്മെന്റ്സിൽ പോലും പലപ്പോഴും കല്ലുകൾ ഇളകി കിടക്കുകയാണ്. അവിടെ ദുരന്തം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാത്രമല്ല മെസ്സിയുടെ ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്ന ആളുകൾ, അവർ ടിക്കറ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും സുരക്ഷാ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ, അത് വായിച്ചതായിട്ട് എന്തെങ്കിലും ഉറപ്പ് അവരിൽ നിന്ന് മേടിക്കുന്നുണ്ടോ, ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതായിട്ട് പോലീസ് ഉറപ്പാക്കുന്നുണ്ടോ, ഈ വിളിക്കുന്നത് ആരൊക്കെയാണ്, അവരുടെ ഫോൺ നമ്പറുകൾ എന്തൊക്കെയാണ്, അവരുടെ ഐഡന്റിറ്റി എങ്ങനെയാണ്, അവരെ കോൺടാക്ട് ചെയ്തൊരു ഓഡിയോ, നമുക്കറിയാം നമ്മുടെ ഫോൺ കമ്പനികളോട് പറഞ്ഞാൽ ഒരു ഓഡിയോ മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് കേൾപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്ക് ഒരു വേണമെങ്കിൽ ഒരു നേരത്തെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ നടത്തിയിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സുരക്ഷാ മുൻകരുതൽ കൊടുക്കാവുന്നതാണ്. മെസ്സിയുടെ ആണ് നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ഈവന്റ്. ഇതുപോലുള്ള ഈവന്റുകൾ നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആരും ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ഒരു MLA ജീവൻ പോകുന്നത് പോലെ ICUവിൽ കിടന്നിട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് നമുക്ക് എവിടെയെങ്കിലും അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിൽ കുറ്റവാളിയാണോ? ഇപ്പോഴും എന്തെങ്കിലും നടപടി നേരിടുന്നുണ്ടോ? അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഈവന്റുകൾ ലിസ്റ്റ് ചെയ്ത് അതിന് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കി ഇതാ ഇവിടം സുരക്ഷിതമാണ് എന്ന് സർക്കാർ പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് നടപ്പാക്കുന്ന ആളുകൾക്കുമുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മെസ്സിയുടെ ഈവന്റ് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി വരാൻ ഇപ്പം ഈ അമൃതോത്സവം കഴിഞ്ഞേ ഉള്ളൂ. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അമൃതാനന്ദമയുടെ അവിടെ. അതുപോലെ ഓരോ സ്ഥലത്തും കേരളത്തിൽ തൃശ്ശൂർ പൂരം നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ മുരളി തുമ്മാരുടിയെ പോലുള്ള ആളുകളൊക്കെ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, നമുക്ക് സുരക്ഷയെ സംബന്ധിച്ച് മലയാളിക്ക് ഒരു വൈമുഖ്യം ഉണ്ട് ഇത് നടപ്പാക്കാൻ. ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി കൂടുതലുണ്ട്. ആ കാഷ്വൽ ആറ്റിറ്റ്യൂഡിന് നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സങ്കടം. പ്രത്യേകിച്ചും ആൾക്കൂട്ട ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളത് താങ്കൾ ഈ പറഞ്ഞ പോലെ ഉത്സവ പൂരപ്പറമ്പുകളൊക്കെയാണ്. അവിടെയാണെങ്കിൽ ഇടയാൻ ഭാഗത്തിലുള്ള ആനകളെയും കൊണ്ടുവന്ന് അണിനിരത്തി നിർത്തിയിട്ടുണ്ട്. പറയുമ്പോൾ പലപ്പോഴും ആചാരവിരുദ്ധമായി പോവും, അല്ലെങ്കിൽ തന്നെ ആനപ്രേമികളെ അത് ഹേർട്ട് ചെയ്യും. അപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു പാഠമാണ് കരൂർ നൽകുന്നത് എന്ന് തോന്നുന്നു അല്ലേ? നീലേശ്വരത്ത് 550 വീലക്കാവൽ എന്ന് പറഞ്ഞ എൻ്റെ വീടിന്റെ അവിടുന്ന് കൃത്യം 500 മീറ്ററിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. ലക്ഷ്മി ഓർക്കുന്നുണ്ടാവും എന്തുമാത്രം പേരാണ് മരിച്ചത്, വെന്ത് പൊള്ളി മരിച്ചത് കഴിഞ്ഞ വർഷം. പക്ഷെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെയ്യക്കോലങ്ങൾക്കും അത്തരം ഈവൻസിനും റിലീജിയസ് ഫെസ്റ്റിവൽസ് ആണെങ്കിൽ പോലീസ് കൊടുക്കുന്ന ഇളവ്, അത് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഇളവുകളാണ് പലപ്പോഴും. ബോംബ് ഉൾപ്പെടെയുള്ള, അതായത് ബോംബിന്റെ സ്വഭാവത്തിലുള്ള പടക്ക സംഗതികളൊക്കെ, എക്സ്പ്ലോസീവ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് പലപ്പോഴും നിയമവിരുദ്ധമായിട്ടാണ്. ഇങ്ങനെ നമ്മൾ റിലീജിയന്റെ പേരിൽ നടക്കുന്ന ഉത്സവങ്ങളിലെല്ലാം ഈ ഇളവുകൾ കൊടുക്കുന്നത് ആളുകളുടെ ജീവന്റെ ചെലവിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അത്തരം നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കർശനമായി അത് പാലിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പോലീസ് മേധാവി ഉൾപ്പെടെ ഇപ്പോൾ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ പരിഹരിക്കാത്തതിൽ. അത്തരത്തിലുള്ള ഈ കാര്യത്തിൽ സീറോ ടോളറൻസ് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ആൾക്കൂട്ടത്തിൽ ചവിട്ടി കൊല്ലപ്പെടേണ്ട ആളുകളല്ല നമ്മുടെ മനുഷ്യർ. അവരെത്ര സാധാരണക്കാരായാലും എത്ര പാവപ്പെട്ടവരായാലും അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം മറ്റെല്ലാവരെയും പോലെ ഉണ്ട്. അവർക്ക് പോയാൽ അതേ രൂപത്തിൽ തിരിച്ചു വരാനുള്ള ഒരു റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ അത് സ്റ്റേറ്റ് ഉറപ്പുവരുത്തേണ്ട സംഗതിയാണ്. തീർച്ചയായും പാഠമാകണം ഈ കരൂർ ദുരന്തം എന്നുള്ളതാണ്. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 40 നിരപരാധികളായിട്ടുള്ള മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. അത്രയധികം അത്യന്തം ദുഃഖത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.
ഡോക്ടർ സുൽഫി നെയോഹു കൂടി ചേരുകയാണ്. ഡോക്ടർ സുൽഫി, ഇപ്പോൾ ഈ ആൾക്കൂട്ടങ്ങൾ ഏതൊക്കെ തരത്തിൽ അപകടമുണ്ടാക്കും എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതൊരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ എന്തൊക്കെ അപകട സാധ്യതകളാണ് ഒരു ആൾക്കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഒരു ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇപ്പോഴും നമുക്ക് തിരക്കുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കാവുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം നമ്മുടെ ഏറ്റവും മുന്നിലോ അല്ലെങ്കിൽ ഇടയ്ക്കോ ഉള്ള ഒരാള് താഴേക്ക് വീഴുക എന്നുള്ളതാണ്. അദ്ദേഹം വീണ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മേലിലേക്ക് നിരവധി ആൾക്കാർ വീഴുന്ന ഒരു രീതി ഉണ്ടായിത്തീർന്നേക്കാം. ഇല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള നെഞ്ചിന്റെ വികാസങ്ങളും അത് ശ്വാസമുള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വികാസവും അല്ലെങ്കിൽ ശ്വസിക്കുവാനുള്ള ഒരു പൊതുവെയുള്ള ഒരു ബുദ്ധിമുട്ടും ശ്വാസത്തിന് തടസ്സം ഉണ്ടാകുന്ന തരത്തിൽ പോലും അമർന്നു പോകാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റ് ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീഴുകയാണെങ്കിൽ അതിലേക്ക് മറ്റുള്ളവർ ചവിട്ടുക അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ വന്നിരിക്കുക, കൂടെയായിട്ട് കൂടുതൽ അടുക്ക് കണക്കിന് ആൾക്കാർ മുകളിലേക്ക് വീഴുക, അങ്ങനെ വരുമ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബ്ഡമിനൽ ഇഞ്ചുറി ഉണ്ടാകാം, അതോടൊപ്പം തന്നെ ചെസ്റ്റിന് ഇഞ്ചുറി ഉണ്ടാകാം. അബ്ഡമിനിന്റെ ഇഞ്ചുറി ഉണ്ടാകുന്നത് പോലെ ചെസ്റ്റ് ഏറ്റവും ആയിട്ട് കാണപ്പെടുന്നത് പലപ്പോഴും ചെസ്റ്റിന് ഏൽക്കുന്ന ആഘാതങ്ങളാണ്. ചെസ്റ്റ് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നാം എത്തിച്ചേരുന്ന ഒരു രീതി ഉണ്ടായിപ്പോകും. പലപ്പോഴും ഇത്തരം ഒരു ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കുവാനായിട്ട് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള പല പ്രൊഫഷണൽ ഓർഗനൈസേഷൻസും ഈ ഒരു സ്ക്വയർ ഫീറ്റ് അളവിൽ എത്ര ആൾക്കാർക്ക് നിൽക്കാമെന്നുള്ള വ്യക്തമായ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനും അപ്പുറത്തേക്ക് ആൾക്കാർ പോകുന്നു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഗുരുതരമായ ഡീഹൈഡ്രേഷൻ, ഏതാണ്ട് 8-10 മണിക്കൂറിലേറെ നിൽക്കുന്ന അവസരത്തിൽ കുടിക്കാൻ വെള്ളം പോലും ലഭിക്കാത്ത അവസരത്തിലേക്ക് നീങ്ങിപ്പോവുകയും അതോടൊപ്പം ഒരു സഫോക്കേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിലെ പല കാരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായ കാര്യം. പക്ഷെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് നാം ഇത്തരം ഒരു ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കുകയും ഒന്നിനു മേൽ ഒന്നായിട്ട് ആൾക്കാർ മറ്റൊരാളിന്റെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അവർ അമർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രാഥമികമായിട്ട് ചെസ്റ്റിലെ ശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സമ്മർദ്ദമാണ് പലപ്പോഴും മരണത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. നന്ദി ഡോക്ടർ സുൽഫി നെയോഹു. ഒപ്പം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, വളരെയധികം നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്.